പാലക്കാടത്തെ ജില്ലാ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ പ്രശ്നങ്ങൾ, അവിടെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് പോവാം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി ഡോക്ടർമാരുടെ കുറവ് ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യം ചർച്ച ചെയ്യും. ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു. ഇന്നലെ മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഞാൻ കാലത്തും വിളിച്ചു. അപ്പോൾ അടിയന്തരമായി എന്തെങ്കിലും തരത്തിൽ പരിഹരിക്കാമെന്ന് അവരെ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഉണ്ടാകുന്നതാണ് പ്രതീക്ഷ. ഞാൻ എന്തായാലും തിങ്കളാഴ്ച നേരിട്ട് കാണുകയും ചെയ്യും. ഞാനിപ്പോൾ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് സൂപ്രണ്ടിൻ്റെ അടുത്ത്. ആ റിപ്പോർട്ട് ചോദിച്ചിട്ട് അതനുസരിച്ചിട്ട് ഞാൻ ഒരു ശക്തമായ ഒരു ഇടപെടൽ നടത്തും. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു പാലക്കാട് നിന്ന്. പ്രസാദ്, നമ്മൾ സാധാരണക്കാരായ ആ മനുഷ്യരുടെ ദുരിതം പുറം ലോകത്ത് എത്തിച്ചതാണ്. അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് അവർ അനുഭവിക്കുന്നതെന്ന്, രോഗികളടക്കം നീണ്ട ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥ, ഏറെ നാൾ കാത്തിരിക്കേണ്ട സ്ഥിതി, ഇതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിലൊരു അടിയന്തരമായ പരിഹാരം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണോ പറയുന്നത്? ഇക്കാര്യങ്ങൾ മന്ത്രി ഇപ്പോൾ കെ കൃഷ്ണൻകുട്ടി ശ്രദ്ധയിൽപ്പെടുത്തി, ആരോഗ്യമന്ത്രിയുടേത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഏതുതരം പ്രതികരണമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്? എന്താണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ പ്രസാദ്? ലക്ഷ്മി, തിങ്കളാഴ്ച തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് ഈ പ്രശ്നം ഉന്നയിക്കുമെന്നുള്ളതാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് പാലക്കാട് ജില്ലയുടെ ചുമതല കൂടിയുണ്ട്. അദ്ദേഹം സൂപ്രണ്ടിനോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഉടൻ പരിഹാരം ഉണ്ടാകുമെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു ആശയക്കുഴപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആരോഗ്യവകുപ്പിനെ ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഈ വാർത്ത മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്താൻ നമ്മൾ ശ്രമിച്ചിരുന്നു. അതിന് അവരുടെ സ്റ്റാഫിൽപ്പെട്ട ഒരാളുമായി സംസാരിച്ചപ്പോൾ അവിടെ പ്രശ്നം ാണല്ലോ, ഒരു ഡോക്ടറെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച മറുപടി. അതായത് അപ്പോൾ നമ്മളത് അന്വേഷിച്ചിരുന്നു, എന്താണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ സൂപ്രണ്ട് പറഞ്ഞത്, ഈ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ 2 കാർഡിയോളജി ഡോക്ടർമാരുണ്ടായിരുന്നു, ചീഫ് കൺസൾട്ടന്റും. ഇവർ പോയതിനു ശേഷം പകരം ഒരാളെ അവിടെ ജോലി ക്രമീകരണത്തിന്റെ ഭാഗമായി നിയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ നിലവിലുള്ള ആകെയുള്ള കാർഡിയോളജി അസിസ്റ്റന്റ് സർജനായി അവിടെ അദ്ദേഹം ജോലി ചെയ്യുന്നു. പകരം ഡോക്ടറെ നിയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് തെറ്റിദ്ധരിച്ചായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലൊരു ആശയവിനിമയം നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും അത്തരത്തിലൊരു മറുപടി തന്നെയാണ് ലഭിച്ചത്. അവിടെ പുതിയ ഒരാളെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പുതിയ ഒരാൾ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ വർക്ക് ചെയ്യുന്ന ആകെയുള്ള ഒരു കാർഡിയോളജി ഡോക്ടറാണ്. അധികം ഒരു ഡോക്ടറെ കൂടി നിയോഗിച്ചാൽ മാത്രമേ അവിടുത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. അതിനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. എന്തായാലും മന്ത്രി ഈ വിഷയം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച നേരിട്ട് ഈ ഒരു ആശയക്കുഴപ്പത്തെ സംബന്ധിച്ച് വ്യക്തമാക്കുകയും കൂടുതൽ ആളുകളെ നിയോഗിക്കാനുള്ള നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പുതിയ ആൾ വരുന്നത് വരെ നമ്മളെന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അറിയിക്കും. സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുന്നത് വരെ, നടപടി ഉണ്ടാകുന്നത് വരെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുമെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. എന്തായാലും വലിയ ദുരിതം തന്നെയാണ് ഇപ്പോഴും അവിടെ തുടരുന്നത്. ന്യൂസ് മലയാളം അവിടെ നിന്നുമുള്ള ജനങ്ങളുടെ ദുരിതങ്ങൾ ഒന്നൊന്നായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട റിപ്പോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ആശുപത്രിയിൽ നിന്നുള്ള മനുഷ്യരുടെ ദുരിതം നമ്മൾ കൃത്യമായി ആളുകളിലേക്ക് എത്തിച്ചിരുന്നു. ഏതായാലും സർക്കാർ ഈ വിഷയത്തിൽ വളരെ വേഗം കണ്ണു തുറക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.